ഹലോ, എല്ലാവർക്കും ആംബിക്കാൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. നമ്മൾ ഇയർ എൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. എന്തൊക്കെ റെസൊല്യൂഷൻസാണ് പുതിയ ന്യൂ ഇയറിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അപ്പം ഞാൻ അതിന് ഒരു നല്ല റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അടുത്തൊരു വർഷം നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് ഇല്ലാത്ത, സെപ്പറേഷൻസ് വരില്ല എന്നെനിക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഗ്രോത്തിന് അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമല്ലോ, അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ഒരു ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നൈറ്റാണ് ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സബ്ലിമിനലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ, മാനിഫെസ്റ്റേഷൻ. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും പറയുന്നതും ആയിട്ടുള്ള കാര്യം അതാണ്. ഒന്നാമത്തെ കാര്യം അത് പറയാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ്, എനിക്ക് മണി ഏൺ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലവാക്കുകയും ചെയ്യും. മണി ഞാൻ ഫോക്കസ്ഡ് അല്ലായിരുന്നു. എനിക്ക് കറക്റ്റ് മണി വരുന്നുണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് മണി ഫോക്കസ്ഡും അല്ലായിരുന്നു. അതുകൊണ്ട് പ്രമീഷിന് ഒരുപാട് നഷ്ടമാണ്. ഞാൻ എന്ത് കിട്ടിയാലും ചിലവാക്കി കളയും. അപ്പം അങ്ങനത്തെ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സ്പിരിച്വലി ഇങ്ങനെ പോകുന്നതുകൊണ്ട് എൻ്റെ നീഡ്സ്, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സോളിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നീട് എനിക്ക് ഒരു ബാലൻസിങ് വന്നപ്പം ഞാൻ ഒരു മസ്കുലൈനിറ്റിയിലേക്ക് പോയി. മസ്കുലൈൻ ഇതിലേക്ക് പോയപ്പോഴാണ് എനിക്ക് മണി എന്നുള്ള തോട്ട് വന്നത്. അപ്പോൾ ആ തോട്ട് വന്നപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, കയ്യിലുള്ള മണിയൊക്കെ അങ്ങ് പോയി. മസ്കുലൈൻ എനർജിയിലേക്ക് മാറിയപ്പോൾ അത് ആ സമയത്ത് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ടാവും. അതുകൊണ്ടായിരുന്നു എനിക്ക് വീഡിയോ ഉണ്ടാവാതിരുന്നിരുന്നത്. ഇതുവരെയും വീഡിയോസ് ഉണ്ടായിരുന്നില്ലല്ലോ കുറച്ചു കാലം. മസ്കുലൈനിറ്റിയിലുള്ളപ്പം സ്പിരിച്വാലിറ്റി, പിന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് മണിക്ക് വേണ്ടി കള്ളം പറയാന്നുള്ള അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരു ബാലൻസ്ഡിലാണ്. ഇത് രണ്ടും എനിക്കുണ്ട്, സ്പിരിച്വാലിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ മണി ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചൊരു ഒരു ഇതിലാണ്. ആ ഒരു ബാലൻസ് ഞാൻ അച്ചീവ് ചെയ്ത അഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ സബ്ലിമിനൽ രൂപത്തിൽ തരാൻ പോകുന്നത്. സബ്ലിമിനൽ രൂപത്തിൽ തരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ഒരു നെഗറ്റീവ് തോട്ട്, അപ്പം നമുക്ക് ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുള്ള ആൾക്കാരാണല്ലോ ഇതിപ്പോൾ കാണുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ പോസിറ്റീവ് അഫർമേഷൻ ഇട്ട് തന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ലെറ്റ് ഇറ്റ് ഗോ വർക്കാവില്ല. ഇതിപ്പോൾ ഒരു മ്യൂസിക് അല്ലേ, അതിങ്ങനെ അറിയാതെ പോകുമ്പം നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് സിഗ്നൽ ഇതിൽ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ തരുന്നത്. ഇതിനി ഇന്ന് 16-ാം തീയതി, ഇന്ന് തൊട്ട് ഇന്ന് നൈറ്റ് ഞാൻ 12 o'clock മുന്നേ അപ്ലോഡ് ചെയ്യും. ഇന്ന് അതിന് മുന്നേ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ കേൾക്കാൻ ഇന്ന് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇന്ന്. ശുഭസ്യ ശീഘ്ര എന്നാണല്ലോ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ നാളെ ഏർലി മോർണിംഗിൽ ഉറങ്ങിയിട്ട് ഉടനെ, പിന്നെ നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ, ഇൻ ബിറ്റ്വീനിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ കേൾക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ നിങ്ങൾ കേട്ടോളൂ, ഒരു പ്രശ്നവുമില്ല. വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. എപ്പോഴും വെള്ളം നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്, കുറച്ചൊരു ഡീസിനെസ്സും ഇതൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറുകയല്ലേ, അതിൻ്റെതായ ചെറിയ ഷിഫ്റ്റിംഗ് ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാവാം. ധാരാളം വെള്ളം കുടിക്കുക, അത്രമാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് അഫർമേഷൻ തുടങ്ങുന്നതിന് മുന്നേയും വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഉറങ്ങാൻ പോകുമ്പോൾ വെള്ളം കുടിച്ചതിന് ശേഷം അഫർമേഷൻ കേട്ടിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ തന്നെ കേട്ടുറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇൻ ബിറ്റ്വീനിൽ എപ്പോഴും ഏതൊക്കെ സമയം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ കേട്ടോളൂ. ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് കേൾക്കരുത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ ബ്ലോക്കേജ് റിമൂവൽ, ഹെൽത്തി സൗണ്ട് ബോഡി, ഹെൽത്തി സൗണ്ട് മൈൻഡ്, പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അവർ സെൽഫ് ആൻഡ് ടുവേർഡ്സ് അതേഴ്സ്. പിന്നെ നമുക്കെപ്പോഴും അവരെ വിശ്വാസക്കുറവുണ്ടാവില്ല, നമുക്കൊരാളെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, ആ ട്രസ്റ്റ് ഇഷ്യൂസിനെ ഓവർകം ചെയ്യുക. പിന്നെ ആരെങ്ങനെയാണെങ്കിലും അവരെ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ്, അത് നമുക്ക് ഓൾറെഡി നമുക്ക് സെൽഫായിട്ടുള്ളൊരു റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. അതങ്ങനെ ഇങ്ങ് വന്നോളൂ. പിന്നെ മറ്റെന്തായിരുന്നു ഒന്നുകൂടെ ഞാനിതിൽ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ യൂസ് ചെയ്തിരുന്നത്
കാരിയർ ബ്ലോക്കേജസ്, കരിയറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും മാറ്റിയിട്ട് നമുക്കൊരു നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഡിസയർ. പിന്നെ ഓഫ് കോഴ്സ് സെപ്പറേഷനിലിരിക്കുന്ന ആളുകൾക്ക് സെപ്പറേഷൻസ് മാറാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേഷൻസ്, അത് പക്ഷേ നിങ്ങളുടെ ലെറ്റ് ഇറ്റ് ഗോ അല്ലാതെയും വർക്ക് ആവണം. സെപ്പറേഷൻസ് എനിക്ക് മാറിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് നല്ല ഒരു പ്രോപ്പർ ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം സെപ്പറേഷൻസ് മാറ്റാനും വേണ്ടിയിട്ട് ഇത്. പക്ഷേ നിങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നല്ല റിലേഷൻഷിപ്പ് പോകാണ്ടിരിക്കും. നമ്മളതായ കുഞ്ഞു കുഞ്ഞു പോരായ്മ കൊണ്ട് അത് പോയി കഴിയുന്നതിനെ അതിനെ പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അല്ലാതെ നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരാൾ പോയിട്ട് മറ്റൊരാളുടെ അടുത്ത് പോകുന്ന ഒരാളെ നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യവും പ്രൊവൈഡ് ചെയ്യാതിരുന്നതും മനുഷ്യനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാനുള്ള റീസൺ. പക്ഷേ ഇങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുഞ്ഞു കുഞ്ഞു വീഴ്ചയ്ക്കാണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ടെക്നിക്സ്, ഈ അഫർമേഷൻ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും ഇന്നു മുതൽ നമ്മൾ 31 വരെ, ഡിസംബർ 30 എൻഡ് വരെ, ഡിസംബർ എൻഡ് വരെ ഇത് പ്രോപ്പറായിട്ട് കേൾക്കുക. 2 തവണ മിനിമം കേൾക്കണം. പോരാത്തതിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ താഴെ ഞാൻ അഫർമേഷൻ മെൻഷൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ സബ്ലിമിനൽ കാണുമ്പോൾ താഴെ പോയിരുന്ന് വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും പോർക്കാലം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കായിട്ട് എൻ്റെ ഒരു സെൽഫിഷ് തോട്ട്സ് ഒന്നും ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യത്തിൽ കേൾക്കാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുന്നതും ഇപ്പോഴും കാണുന്നതും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ബൈ.